ഞാൻ ഇന്നലെ നമ്മുടെ സൈന സൗത്തിൽ രജനീഷേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ നമ്മുടെ സുബി സുരേഷ് ഇല്ലേ, മരിച്ചുപോയ സുബി സുരേഷിന്റെ ഫാമിലി ആയിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇന്റർവ്യൂവിനകത്ത് അവർ ഈ സുബി മരിച്ചതിന് ശേഷം ഹോസ്പിറ്റലുകാർ അവരോട് കുറച്ച് ഈ ക്യാഷിന്റെ കാര്യത്തിലൊക്കെ നെഗോസിയേഷൻ ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കാറെന്താ, ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് സഹായിക്കാൻ വരും, കാണാൻ വരുമ്പോൾ തന്നെ ഒരുപാട് പേര് കാണാൻ വരും, ഒരുപാട് പേര് സഹായിക്കും. കാരണം ഇവരുടെ ഇടയിലുള്ള ഒരു ഐക്യം ഭയങ്കരമാണെന്നാണ് ഇവർ പറയാറ്. പ്രത്യേകിച്ച് ഇവരെ പോലെ കുറച്ചും കൂടി ഹൈപ്പിൽ നിൽക്കുന്ന ആള്. അയ്യോ, സുബി സുരേഷ് എന്ന് പറയുമ്പോ ഭയങ്കര സീനിയറാണ്. ഒരുപാട് പേരുടെ ഒപ്പം സ്റ്റേജ് പ്രോഗ്രാംസും സിനിമകളുമായിട്ട് അവരുടെ ഒരു വൈബ് തന്നെ വേറൊരു വൈബാണ് അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഫാമിലി ഇങ്ങനെ വന്നൊരു തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ ആ ഹോസ്പിറ്റലുകാർ ഇവരോട് നെഗോഷിയേറ്റ് ചെയ്ത ഹോസ്പിറ്റലുകാർ ഇപ്പൊ ഇവരുടെ ഈ ഒരു അവസ്ഥയിൽ ഇതിനെക്കുറിച്ച് അധികം ചോദിക്കാൻ പോവാത്ത ഈ ഫിലിം ഫീൽഡിലുള്ള ആളുകൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് സത്യത്തിൽ. ഓക്കെ, സുബി സുരേഷിനെ കുറിച്ചിട്ട് അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ അവള് കാരണമാണ്, ഇല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ കിടന്ന് ഇപ്പൊ ഞാൻ ഉണ്ടാവില്ല. അന്ന് ഒരു 18 വയസ്സിൽ ഒരു ചെറിയ പ്രശ്നം. അപ്പൊ അവളുടെ ഫാദറുമായിട്ട് ഒരിത്തിരി ഭയങ്കര വിഷയമുണ്ടായി. അപ്പോൾ അവളെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ നടുക്ക് നിന്ന് അപ്പോഴത്തേക്കും ഇത്തിരി പ്രശ്നത്തിലൊക്കെയായി. പോലീസിലൊക്കെ അറിയിച്ചു, പോലീസുകാരൊക്കെ വന്ന് നമ്മളെല്ലാം അറിയിച്ച അയൽവക്കത്തുനിന്നാരുണ്ട്. അപ്പൊ പുള്ളി പോയതാണ് വീട്ടിൽ നിന്ന്. പിറ്റേ ദിവസം കാലത്ത് അവളൊരു അതിൽ അവളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മുറ്റത്തിറങ്ങി നിന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ വരണമെങ്കിൽ വരാം, നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം, വേറെ എവിടെ നിന്നൊന്നും എടുക്കണ്ട, നമുക്ക് പോകാം പറഞ്ഞു. അങ്ങനെ അവളുടെ ധൈര്യത്തിൽ ഞാൻ ഇറങ്ങിപ്പോന്നാണ് കാര്യം. അത് കഴിഞ്ഞ് ഞങ്ങളും പണിയെടുത്തു. പക്ഷെ അവളുടെ ധൈര്യം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ. സുബി സുരേഷ് എന്താന്നുള്ളത് ആദ്യം തന്നെ അറിയാം. അതായത് അച്ഛൻ ഇട്ടിട്ട് പോയൊരു കുടുംബം, അമ്മയും മക്കളും ഇത്ര ധൈര്യത്തോടെ ഇറങ്ങി വന്നിട്ട് ബാ നമുക്ക് ജീവിക്കാം, അയാളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ അമ്മേനെയും കൊണ്ട് ഇറങ്ങിയ സുബി സുരേഷ് ശരിക്കും സ്ക്രീനിന്റെ പുറത്തും ഉള്ളിലും ഭയങ്കര ബോൾഡായിരുന്നു. ഞാൻ ഈ പീസ് തന്നെ, ഈ ഒരു കട്ട് പീസ് ഇവിടെ വെക്കാൻ കാരണം എന്താ പറയുക, ഈ ഇന്റർവ്യൂവിൽ ഈ ഒരു പോർഷൻ ഞാനിവിടെ വെക്കാൻ കാരണം ഇവർ ലൈഫിൽ ഏത് സ്റ്റേജിൽ നിന്ന് വളർന്നു വന്നതാണ് അത് കാണിക്കാനാണ്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് മിമിക്രി, സ്റ്റേജ് പ്രോഗ്രാം, സിനിമ, ഡാൻസ്, സ്ട്രഗിൾ, അതെ ഇത്രയും കണ്ട് ലൈഫിൽ വന്ന് അവരിപ്പോൾ മരണപ്പെട്ടു. അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഈ അമ്മ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതായത് മരുന്ന് ശരിക്കും കഴിക്കില്ല, ഭക്ഷണം ശരിക്കും ഒന്നും പ്രോപ്പറല്ല. സ്റ്റേജ് പ്രോഗ്രാംസിന്റെ ആ ഒരു ഹെഡ് ഏക്ക് ഉണ്ടാവില്ല, ഒരു സ്റ്റേജിൽ നിന്ന് വേറെ പ്രോഗ്രാം, ഭയങ്കര ബിസി ഷെഡ്യൂള്, അതൊക്കെ വേറൊരു കാര്യം. അന്നൊക്കെ നമ്മൾ സുബി മരിച്ച സമയത്ത് തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് പലരും ചെയ്ത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഞാൻ ഇതിവിടെ വെക്കാൻ കാരണം ഇവർ ഏത് ലൈഫ് സ്റ്റേജിൽ നിന്ന് ഏത് സ്റ്റേജിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് എന്നുള്ളത് കാണിക്കാനാണ്. ഇപ്പം അവരുടെ മരണശേഷം ഈ വീട്ടുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി ഒന്ന് അഡ്രസ്സ് ചെയ്യണം. അപ്പം അതിനാണ് ഞാനത് വെച്ച്. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടെ മുതൽ പിന്നെ എനിക്ക് തോന്നുന്നു മീഡിയ ഒന്നും അഡ്രസ്സ് ചെയ്ത് അമ്മ സംസാരിച്ചിട്ടില്ല. അവിടെ എന്താണ് സംഭവിച്ചത്, അതിന് ശേഷം എന്താണെന്ന് പറയാമോ ഡീറ്റെയിൽ ആയിട്ട്? ഹോസ്പിറ്റലുകാരോട് അവർ തലേ ദിവസം പറഞ്ഞു റിസ്ക് ആണ്, അപ്പോൾ ലിവർ മാറ്റി വയ്ക്കാൻ പറ്റില്ല, റിസ്ക് ആണ്, ബാക്കി എല്ലാം ഞങ്ങളെല്ലാം സെറ്റിലാക്കിയതായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കാം തലേദിവസം പറഞ്ഞു. അപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹാർട്ടിൽ പ്രഷറുണ്ടെന്ന് പറയുന്നു, ലങ്സിൽ പ്രഷറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അവൾക്ക് തന്നെ ഒരു പ്രയാസമായിരുന്നു കിടന്നപ്പോൾ. അവർ ഹോസ്പിറ്റലിൽ ഇത്ര പൈസ അടക്കി എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇതെവിടെ നിന്ന് ഉണ്ടാക്കും അമ്മേ, എങ്ങനെ ഉണ്ടാക്കും ഇത്രയും പൈസ, ഇപ്പം 25 ദിവസം ശരിക്കും ICU തന്നെ കിടന്നു. അപ്പോൾ അമ്മ എവിടെ നിന്ന് ഈ പൈസ ഉണ്ടാക്കുന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. ഞാൻ പൈസയുടെ കാര്യം നീ ചിന്തിക്കണ്ട, നമ്മളൊന്നും ഇല്ലാതെയാണ് വന്നത്, പൈസ ഇല്ലെങ്കിൽ നമുക്കൊരു വീടില്ലേ, നമ്മൾ വിൽക്കും, എങ്ങനെയാണെങ്കിലും നീ പഴയ ആളായിട്ട് വരിക എന്ന് മാത്രമേ ഇവിടെ കിടന്ന് ചിന്തിക്കാവൂ. പൈസയുടെ കാര്യമോ ടെൻഷനോ ഒന്നും നീ പണ്ടും ചോദിക്കാറില്ലല്ലോ, ഇപ്പോഴും അത് തന്നെ. അവർ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അവർക്ക് അറിയാം അത്യാവശ്യം പൈസ ചിലവാകുന്നു, കുറച്ച് സീരിയസ് അസുഖമാണോ അവരത്. അപ്പോൾ ട്രാൻസ്പ്ലാന്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല കാശ് ചിലവുണ്ടാവും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഫേസിലാണ് കേട്ടോ അവർ മരിക്കാൻ കിടക്കുന്നത്. മരിക്കാൻ തന്നെയാണ്, അവർക്ക് അറിയായിരുന്നു ഇത്ര, അവർക്ക് അത് അവരുടെ മരണം സ്റ്റേജ് അവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. ഡോക്ടേഴ്സ് വരെ ഈ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു മെഡിക്കൽ ബോർഡ് കൂടിയിട്ട് കുറച്ച് പ്രശ്നമാണ്,
അപ്പോൾ ട്രാൻസ്പ്ലാന്റും കാര്യങ്ങളും ഒക്കെ നടക്കുമെന്ന് വരെ ഡൗട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഇവരോട് വിവരിച്ചു കൊടുക്കുമ്പോഴും അവരാ വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ അവർ പൈസേനെ കുറിച്ച് സ്ട്രഗിളിങ് അവർക്ക് അറിയാം ആ ഫേസ്. അപ്പം അവർ വീണ്ടും ചിന്തിക്കുന്നത് എന്താ, ഇവരെ കാരണം കൊണ്ട് കുടുംബം ഇനി വേറെ സ്ട്രഗിളിലേക്ക് പോകുമെന്നുള്ള ചിന്തയിൽ തന്നെയാണ് സുബി. മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇവരുടെ പോലെ ഉണ്ടാക്കിയ ഒരു അസറ്റ് എന്ന് പറയുമ്പോൾ അവർ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയത് വീടും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ പറഞ്ഞ എല്ലാ ബാങ്ക് ബാലൻസും എടുത്തിട്ടാണ് വീടും കാര്യവും സ്ഥലമൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത്. ലൈഫിൽ ബാക്കിയുള്ളവരെ സെറ്റിലാക്കുന്നതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ സെറ്റിലാക്കി വീടൊക്കെ വെച്ച് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു അസുഖം വരുന്നത്, ഈ ഒരു അവസ്ഥയിലാവുന്നത്. സോ ആ സ്റ്റേജിലാണെങ്കിലും അവർ വറി ചെയ്യുന്നുണ്ട് ഇനി എന്ത് എന്നുള്ളത്. സോ അവിടെ തന്നെ ദാറ്റ് ഷോസ് ഹെൽപ്പ് ചെയ്യാനൊന്നും അധികം ആരും കാണൂല അല്ലേ. എത്രയൊക്കെ സിനിമ ഫീൽഡാണ് അല്ലെങ്കിൽ ഇങ്ങനെ സെലിബ്രിറ്റി ലൈഫാണ് എന്നൊക്കെ പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായം ചിലപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ ഇടയിലുള്ള അത്ര പോലും ഇവരുടെ ഇടയിലൊന്നും കാണൂല. എപ്പോഴും എല്ലാവരുടെ ജീവിതത്തിലും നമുക്കൊരു നല്ല കാലം വരുമ്പോൾ ഒരുപാട് ആള് കൂടുതലുണ്ടാവും. വീണ് പോയാൽ പ്രശ്നം വന്നാൽ തീർന്നു, വീണാ കഴിഞ്ഞു. കൂടെ ഉണ്ടാവും. ഭയങ്കരമായിട്ടുള്ളൊരു വിഷയമാണത്. എന്താണെങ്കിലും അവർക്ക് പൈസയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എന്നുള്ളത് ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാവും. ഞാനും ഞങ്ങളുടെ ഒരു സുഹൃത്തും കൂടി പോയി ബില്ല് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ബില്ല് തീർത്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ബില്ല് തീർക്കാനായിട്ട് ചെന്നപ്പോൾ ഞാൻ ഒരു 2 lakhs നമ്മുടെ കയ്യിലുണ്ടായി. അപ്പോൾ 4.5 അടയ്ക്കണമായിരുന്നു. അപ്പോൾ 2.5 അവർ ഡിസ്കൗണ്ട് തന്നു, 2 അടച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് 27.5 ലക്ഷം രൂപയുടെ ഇവർക്ക് ഇൻഷുറൻസ് ഉണ്ടായി. പക്ഷെ അവർ തന്നില്ലാത്ത അവർ ഇതിലെഴുതി ചേർത്തിട്ടുണ്ടായി പാൻക്രിയാസിനും ലിവറിനും എന്ത് വന്നാലും അവർ തരില്ല എന്ന് ഉണ്ടായിരുന്നു. അത് നമ്മളതൊന്നും വായിച്ചു നോക്കണില്ല. ഈ ഏജൻറ്റുമാർ വന്ന് ഡിപ്പിക്കുമ്പോൾ നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് കാശും കൊടുക്കും. അപ്പോൾ എന്നും പറഞ്ഞ് അവരെനിക്ക് തിരിച്ച് ലെറ്റർ അയച്ചു. അപ്പോൾ നമ്മൾ ഈ ഓംബുഡ്സ്മാൻ്റെ അടുത്ത് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ആസ്പത്രിയിൽ ഞാൻ ബില്ല് ചോദിക്കാൻ ചെന്നു. അപ്പോൾ ബില്ല് ചോദിക്കാൻ ചെന്നപ്പോൾ അവർ ഡിസ്കൗണ്ട് ഇട്ടോട്ടെ, 2.5 ലക്ഷം രൂപ അവർ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്, അത് അവർ എഴുതിക്കോട്ടെ, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ബാക്കി നമ്മൾ അടച്ചത് ഇത്രയും ബില്ല്, അതിൽ ഇത്രയും ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് എഴുതേണ്ടതിന് പ്രശ്നമൊന്നുമില്ല. ആ ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഈ അടയ്ക്കാനുള്ള പൈസ ഈ 2.5 ലക്ഷം ഡിസ്കൗണ്ട് തന്നത് കൂടെ എൻ്റെ ഒരു ചെക്ക് കൊടുത്തിട്ട് മേടിച്ചോളാൻ. അപ്പോൾ അതെന്ത് ഒരു പുരോഹിതന്മാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് അത്. അപ്പോൾ കാര്യം എന്നോട് ഈ എല്ലാ ചാനൽസും വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, പ്രശ്നമാണെന്നാണ് തോന്നണത്. അവിടുത്തെ തന്നെ ഒരു ഡോക്ടർ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായി, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനൊരു സംഭവം നടക്കുന്നത്, ഞാൻ അറിയേണ്ടതാണ്, എന്നോടാരും പറഞ്ഞിട്ടില്ല, ഡോക്ടേഴ്സ് തമ്മിലുള്ള ഈഗോയാണ് എന്നൊക്കെ പറയും. എന്നാലും ഞാൻ ആരോടും ഒന്നിനും ഒരു പരാതിപ്പെടാനുമില്ല. പക്ഷേ ഇത് അവരെന്നോട് ചെയ്തത് ഭയങ്കര ചതിയായിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കേസ് കൊടുക്കാനും പറ്റിയില്ല. ഇൻഷുറൻസ് കിട്ടില്ല. സുബിക്ക് ശേഷം ആ ഫാമിലിക്ക് ഇനിയിപ്പോൾ ആ ഒരു ഇൻഷുറൻസിൻ്റെ എമൗണ്ടോ അതൊക്കെ തന്നെ ആ ഫാമിലിയുടെ കയ്യിൽ കാണും. എല്ലാ ക്യാഷും പണം ഇത് വെച്ചിട്ടായിരിക്കും ഒരാളെ രക്ഷിക്കാൻ നോക്കുകയാണ്. ഒരാളെ അവർക്ക് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളെ രക്ഷിക്കാൻ വേണ്ടി അവർ പൈസ നോക്കാതെ ചിലവാക്കുമ്പോൾ ആ വ്യക്തി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓബിയസ്ലി നമ്മളൊക്കെ പിന്നെ എന്തിനാ ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത്. ഒരാൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിചാരിക്കുന്നത് ഞാൻ ഇല്ലാത്തപ്പോഴും എൻ്റെ ബാക്കിയുള്ള ഒരു സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല എന്ന് അമ്മയാണുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ തന്നെ കാരണം എന്താ, വേറൊരാൾക്ക് നമ്മളെ കാരണം ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, നമ്മളെ കാലശേഷം ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. അങ്ങനെയുള്ള സാഹചര്യം ഇപ്പം വേറെ ഏറ്റവും വലിയ ബ്ലണ്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പലതരത്തിലുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും. പക്ഷെ അതിലൊക്കെ എന്ത് കിട്ടും, എന്തിനാണ് നമുക്ക് ഇൻഷുർ, എന്തൊക്കെ കവറാവും അതിനകത്തുള്ളതിനെ കുറിച്ചൊന്നും നമുക്കൊരു ബോധം ഉണ്ടാവില്ല. ആരെങ്കിലും വരും നമ്മളെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കും, നമ്മളെടുക്കും, പോകും. അങ്ങനെയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഇൻഷുർ വളരെ നോക്കി പ്രിസൈസ് ആയിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. ഈ പറയുന്ന ഞാനടക്കം കണ്ടിട്ടില്ലേ, നമ്മൾ അപകട ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് മരിച്ചു കഴിഞ്ഞാലേ കിട്ടുള്ളൂ, അപകടപ്പെട്ട് മരിക്കണം എന്നാലേ കിട്ടുള്ളൂ. കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ നൂലാമാലകളുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ എത്രയോ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തന്നെ അറിയില്ല സത്യത്തിൽ. ഞാനിപ്പോൾ ഇത് കേട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കണേ, ചേടാ ഞാൻ എടുത്തതിൽ ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല സീരിയസ് ആയിട്ട്. ഇനിയിപ്പോൾ നോക്കണം അതൊക്കെ പോയിട്ട്. അതൊരു കേസ്. രണ്ടാമത്തെ കേസ് ഈ ഹോസ്പിറ്റലുകാർ കാണിച്ച പരിപാടിയുടെ ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം ഇവർക്ക് ഇങ്ങനൊരു അവസ്ഥയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കില്ലേ, കള്ള പൈസ ഒന്നുമല്ലല്ലോ അല്ലേ. ഡിസ്കൗണ്ട് കാണിച്ചാൽ നിങ്ങളത് കാണിച്ചു. ഇത് ഡിസ്കൗണ്ട് കൊടുത്തിട്ട്
രണ്ടാമത് ഇവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ബില്ല് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ബില്ല് തരാൻ പറ്റില്ല, നിങ്ങൾ ചെക്ക് കൊണ്ടുവന്നാൽ ഈ 2.5 ലക്ഷം രൂപ ഡിസ്കൗണ്ട് കൊടുത്താൽ അതിന് 2.5 ലക്ഷം രൂപ ചെക്ക് കൊണ്ടുവന്നാൽ ബില്ല് തരാം. അപ്പോൾ പിന്നെന്താ ഈ 2.5 ലക്ഷം രൂപ അവർക്ക് ചെക്ക് ഗ്യാരണ്ടി ആയല്ലോ, പിന്നെ എന്ത് ഡിസ്കൗണ്ട്? അതിന് പേര് ഡിസ്കൗണ്ട് ഇതാ. ഒരാൾ മരിച്ചു, അതിൽ തന്നെ ഇതുവരെ മെഡിക്കൽ നെഗ്ലിജൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതാണ് മെയിൻ. ഇതുവരെ ഇവർ ഒരു സ്ഥലത്തും മെഡിക്കൽ നെഗ്ലിജൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ പല മാധ്യമങ്ങളും ഇവരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാനും കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതായത് മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടോ, അത് ചോദ്യം വരാൻ കാരണം ഈ സുബി മരിച്ച സമയത്ത് അവിടെ തന്നെ ഒരു സീനിയർ ഡോക്ടർ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞിട്ടില്ല സുബീന്റെ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നതോ സുബി അഡ്മിറ്റ് ആയതോ. കാരണം അവിടുത്തെ ഏറ്റവും സീനിയർ സർജൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെ സംഭവം ആ ഹോസ്പിറ്റലിൽ നടക്കുന്നേ അറിഞ്ഞിട്ടില്ല. ഡോക്ടേഴ്സിന്റെ അല്ല, മാനേജ്മെന്റിന്റെ പ്രശ്നം. അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണ ഒരു ഡോക്ടർ എൻ്റെ നെയ്ബറായിരുന്നു. ഞാൻ പുള്ളി അമൃതയിലിരുന്നതാണ്. നല്ല ഡോക്ടറാണ്, എനിക്കറിയുകയും ചെയ്യാം. പുള്ളി അമൃതയിൽ ഒത്തിരി ഓപ്പറേഷൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പുള്ളിയൊക്കെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിൽ ഉണ്ട്. പുള്ളിയുടെ ഒന്നും കുഴപ്പമല്ല അത്. ആ പുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഇതിനു വേണ്ടി ഒത്തിരി പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെയല്ല. ഈ ഹോസ്പിറ്റലുകാർ എല്ലാ ഹോസ്പിറ്റലിലും പൈസയ്ക്ക് വേണ്ടി ആര് മരിക്കണോ അതൊന്നും അവർക്ക് വിഷയം. അവരിത് ചിലപ്പോൾ കണ്ട് അവർക്ക് യൂസ്ഡ് ആയിട്ടുണ്ടാവും. പൈസയ്ക്ക് വേണ്ടി എന്നുള്ളത് ഇപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കണ്ടോ, ആദ്യം ഒന്നും അവർക്കതൊരു, അതായത് ഓക്കെ അവരെ മകൾ അവിടെ കിടന്നു, ആ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചു, വിധി എന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഇപ്പൊ കാര്യങ്ങൾ റീകോൾ ചെയ്ത് നോക്കുമ്പോ ഇത് വിചാരിക്കണ്ടോ പിന്നെ എന്തിനു പറയാതിരിക്കണം. ബില്ലും കിട്ടുന്നില്ല, ഒന്നുമില്ല. അവർ അതൊന്നും ഒരു തരത്തിലുള്ള ഒരു ഇതും സപ്പോർട്ട് വരുന്നില്ല. പിന്നെ ഓബിയസ്ലി അത് മാത്രല്ല അറിയുന്ന ആളുകൾ പറഞ്ഞു തുടങ്ങി അന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് സംഭവിച്ചത്. പലതും തിരിച്ചറിയണ്ടാവും. അതെ, അന്ന് അവർക്ക് ആ മെഡിക്കൽ നെഗ്ലിജൻസ് ആണോ ചിന്തിക്കാൻ മാത്രം ടൈം ഉണ്ടാവില്ല, അതിനുള്ളൊരു മാനസികമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ അതിന് ചിന്ത പോവില്ല. ഇപ്പൊ ചിലപ്പോ ഒന്ന് സ്വസ്ഥമായി ഇരുന്ന് ചിന്തിക്കുമ്പോഴാവും ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കുമോ എന്നുള്ളൊരു തോന്നൽ വരുന്നു. ഇപ്പൊ ആസ്പത്രിയുടെ ഭാഗത്തുനിന്ന് ഭയങ്കര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ എന്നല്ല അന്ന് നമുക്ക് അറിയാം. പക്ഷെ എന്നാലും പോയി കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ള ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലാണെങ്കിൽ സുഖ രക്ഷപ്പെട്ടെ എന്ന് ലോകം മുഴുവനും പറയുന്നുണ്ട്. ഞങ്ങളോടും പറഞ്ഞു. അവിടെ ഡോക്ടർമാർ തന്നെ ഉള്ള ഈഗോ ആയിരുന്നു. അവിടുത്തെ നല്ല ഡോക്ടർ അവിടെ കിടക്കണത് പോലും ആ ഡോക്ടർ അറിഞ്ഞിട്ടില്ല. അതാണ് ആ ഡോക്ടർ ഇതിട്ടത്. ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ആണ് പോയെങ്കിൽ സുബി ഒന്ന് ജീവിച്ചിരുന്നതിന്. എന്നിട്ട് ആ കാശും മേടിച്ചിട്ട് ബില്ല് തന്നില്ല. ആ അച്ഛൻ ഡിസ്കൗണ്ട് തന്നതാ. അണ്ട് ഞങ്ങൾ ക്ലെയിം കിട്ടാണ്ട് ഞങ്ങൾ ചെന്ന് ആ ബില്ല് കാച്ചാന്ന് പറഞ്ഞാൽ പറയുകയാണ് 2.5 ലക്ഷം ഞാൻ കുറച്ച് തന്നു, അതിന് ചെക്കും ഇങ്ങോട്ട് തരാൻ 50 ദിവസത്തെ ഡേറ്റ് ഇട്ട്. അപ്പം നമുക്ക് ഈ ഇൻഷുറൻസിന് ക്ലെയിം കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മുടെ 2.5 പോയി. എന്തൊരവസ്ഥയല്ലേ, മകളും പോയി. അപ്പൊ അതവരവർ ഞാൻ പറയുമ്പോ അപ്പൊ പറയേണ്ടിയിരുന്നല്ലോ ഇവര്. അങ്ങനെ മെഡിക്കൽ നെഗ്ലിജൻസ് ഇവർക്ക് അന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പറയേണ്ടിയിരുന്നു. പക്ഷെ അപ്പത്തെ സാഹചര്യം നമുക്ക് വെറുതെ അറിയില്ല. കാരണം ഇവർ ഞെട്ടല്ലായിരിക്കും, ചിലപ്പോ പറയാൻ പറ്റില്ല. ചിലപ്പോ അമ്മ തന്നെ പറഞ്ഞല്ലോ മകള് പോയി, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ച് കളഞ്ഞായിരിക്കാം. പക്ഷെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പറയായിരുന്നു ഞങ്ങൾ ഇത്രയും ഡിസ്കൗണ്ട് തരുന്നുണ്ട്, ഒന്നുമില്ലെങ്കിൽ ഡിസ്കൗണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മൊത്തം പൈസ അടയ്ക്കാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണ് സിസ്റ്റം. അല്ല, ഇതിനിടയിൽ ടിനി ടോം കുറച്ചധികം പേര് നിന്നപ്പോഴാണ് ഈ ഡിസ്കൗണ്ടിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. കുറച്ച് ആളുകളൊക്കെ കുറച്ച് ടിനി ടോമിന്റെ പേര് പറയുന്നുണ്ട്. കുറച്ച് ആളുകൾ ഉള്ളപ്പോഴാണ് സംസാരിച്ചതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്താ ചെയ്യണേ, എന്താണെങ്കിലും. പക്ഷെ അവിടെ സ്റ്റെപ്പ് ഫാദർ ആട്ടോ, അത് സുബീന്റെ സ്റ്റെപ്പ് ഫാദർ ആണ്. അങ്ങേര് പറഞ്ഞു കേട്ടില്ലേ, അതായത് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതാണ് സെറ്റിൽ ചെയ്ത് തീരുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരാവശ്യം വന്ന സമയത്ത് പോയി ചോദിക്കുമ്പോൾ അടക്കം മൈൻഡില്ല. പിന്നെ ആളുകൾ പറഞ്ഞത് വേറെ വല്ല ഹോസ്പിറ്റലും ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ട്രീറ്റ്മെന്റ്, ബെറ്റർ ഓപ്ഷൻസ് കിട്ടിയിരുന്നു. അതെ, കുറെ പേരൊന്നും പറയുന്നുണ്ടായിരുന്നുണ്ട് എന്തൊക്കെയോ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടർ, ഒരു ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടർ വന്നിട്ട് അങ്ങനെ ട്വീറ്റ് ഇടുമെന്ന് പറഞ്ഞു. അതായത് ഞാൻ അറിഞ്ഞിട്ടില്ല ഈ സംഭവിച്ചതൊന്നും, ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നേ ഞാൻ അറിയുന്നില്ല എന്നാണ്. വെറുതെ എന്തായാലും ഇടല്ലോ. അതെ, എന്താണെങ്കിലും ഒരാളുടെ മരണശേഷം അത് സുബിയെ പോലെ ഇത്രയും എന്താ പറയുക നമുക്കൊക്കെ ഭയങ്കര ക്ലോസ് ടു അവർ ഹാർട്ടായിട്ട് നിൽക്കുന്ന ഒരു വലിയൊരു സെലിബ്രിറ്റി മലയാളത്തിൽ
മരിച്ചതിന് ശേഷം ഇപ്പോഴും കോൺട്രവേഴ്സീസും പ്രശ്നങ്ങളും തീരുന്നില്ല എന്നൊക്കെ കാണുന്നത് ഭയങ്കര സാഡാണ് അല്ലേ. നമ്മളെപ്പോഴും നമ്മുടെ മെഡിക്കൽ ഇൻഡസ്ട്രിയെ കുറിച്ചും ഹോസ്പിറ്റൽസിനെ കുറിച്ചൊക്കെ ഭയങ്കര പ്രൗഡായിട്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റൽസിലും നമ്മുടെ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മൾ തട്ടിപ്പോയാലും കുഴപ്പമില്ല, അത് ജസ്റ്റ് ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞ മാതിരി പോകുന്ന ഒരു സിസ്റ്റമായിട്ട് മാറുകയാണ്. ഒരു 4 ആൾ അറിയുന്ന ആൾക്ക് ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മളെ എത്ര പാവങ്ങള് ഏതൊക്കെ വഴി കൂടി തീർന്നു പോയിട്ടുണ്ടാവും. ആരും ചോദിക്കാനും തീർന്നുണ്ടാവും. ഈ പറഞ്ഞ മെഡിക്കൽ നെഗ്ലിജൻസ്, ഈഗോ, മാനേജ്മെന്റ് ഇഷ്യൂസ്, വേറെയും കുറെ വേറെ ഇഷ്യൂസ്. അല്ല, നമ്മളൊക്കെ ഒരു രോഗം ഉണ്ടായ ഡോക്ടറെ രക്ഷിക്കണേ പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചത്. ഡോക്ടറെ രക്ഷപ്പെടാനുള്ള വഴിയാണ് അയിമന്ന് ഉണ്ടാക്കുന്നത്. ഡോക്ടറല്ല, ആ മാനേജ്മെന്റും ആ സിസ്റ്റവും. ചില നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, ചിലരൊക്കെ എല്ലാവരും കാര്യമല്ല കേട്ടോ, ചിലരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. നമ്മളെ ഗംഗാധരൻ ഡോക്ടറൊക്കെ പോലത്തെ ആൾക്കാർ ജീവിച്ചിരിക്കുന്ന നാടാണ്. അതെ, എന്തായാലും അത് കേട്ടപ്പോ ഒരു ഇനിയിപ്പോ നമ്മളോ അവരോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് പറയാൻ, പോയാള് പോയി. ഇനിയിപ്പോ ഈ കുടുംബത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ബില്ലെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു സഹായമാവും. ഈ പറഞ്ഞ നടന്മാരും അസോസിയേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടപെട്ട് അതൊന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവര് ജീവിക്കുന്ന അത്രയും കാലം അവർക്ക് കടവും ഇതുമായിട്ട് ഇല്ലാതെ സമാധാനമായിട്ട് ജീവിക്കുകയും ചെയ്യാം. അതെ, മറ്റേത് സുബി ആഗ്രഹിച്ചു സുബി അവരെ എവിടുന്ന് എടുത്തു കൊണ്ടുവന്ന് എവിടെ വെച്ചോ, സുബിയുടെ അവിടെ കൊണ്ടുപോയിട്ട് അതെ, ആ മരണശേഷം വീണ്ടും അവരെ തിരിച്ച് പഴയ ഒരു ഇതിക്ക് എത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക, അത്രേ ഉള്ളൂ അല്ലേ? അതെ, തീർച്ചയായിട്ടും.